ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ പ്ലസ് ഒരു കുട്ടി വ്ളോഗ് മാതിരിയാണ്. ഞാൻ മിസ് കേരളയുടെ ഇവൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു, മിസ് കേരള 2019. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലുക്ക് വന്നിട്ട് ഇത് നമുക്ക് നൈറ്റ് പാർട്ടി ലുക്ക് ഇല്ലെങ്കിൽ റിസപ്ഷൻ ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ട് പോകും. എന്നാൽ പോലും ഒരു നൈറ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഞാൻ ന്യൂട്രിഡെർമി യൂസ് ചെയ്തിട്ടാണ് മോയ്സ്ചറൈസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നുണ്ടാവും, എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സൗണ്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് അനുസരിച്ചിട്ട് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ ഒരുപാട് മോയ്സ്ചറൈസർ വേണ്ട, കുറച്ച് മോയ്സ്ചറൈസർ മതി. എവിടേക്കാണോ ഡ്രൈനെസ് ഫീൽ ചെയ്യുക അവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് അരോമ മാജിക്കിൻ്റെ വിറ്റമിൻ സിയുടെ ലൈറ്റനിങ് ജെല്ലാണ്. ഇത് ഞാൻ ഒരു പ്രൈമറിന് പകരമായിട്ടാണ് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് പ്രൈമർ വേണമെച്ചാൽ പ്രൈമർ യൂസ് ചെയ്യാം. ഇത് രാത്രിയിലായതുകൊണ്ട് തന്നെ നമുക്ക് വിയർത്ത് അങ്ങനെ പോവില്ല. മാത്രമല്ല ഇത് ഹോട്ടലിനകത്താണല്ലോ, അപ്പോൾ മേക്കപ്പ് അങ്ങനെ ഒലിച്ചു പോകും അല്ലെങ്കിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകും, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈമർ ഇടാഞ്ഞ അതുകൊണ്ടാണ് ഈ ഒരു ജെല്ല് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ എനിക്കിപ്പോൾ അധികം പോഴ്സോ ഫേഷ്യൽ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ പ്രൈമർ നമ്മളിങ്ങനെ പോഴ്സ് ഉണ്ടെങ്കിലൊക്കെയാണ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുക. വിയർത്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഈ രാത്രിയിലായതുകൊണ്ട് അങ്ങനെ വിയർക്കില്ലല്ലോ. പിന്നെ ഇത് ഞാൻ എസ്ക്യൂടെ ഗ്രീൻ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് കുറച്ച് മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് അങ്ങനെ ഡാർക്കായിട്ടുള്ള മാർക്സ് ഇപ്പോൾ ഇല്ല. കോൾഡ് വന്നിട്ട് എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. നമ്മളായിട്ടിരിക്കുന്ന മാർക്സ് എന്താ പറയുക, കറക്റ്റർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് പിന്നെ ഫൗണ്ടേഷൻ മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ആണ്. ഇതൊരു ചെറിയൊരു ലൈറ്റാണ് എൻ്റെ സ്കിന്നിന്. പക്ഷെ നമ്മൾ ഈ രാത്രിയിലത്തെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഇൻട്രോ ഞാൻ ഈ മേക്കപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ ഒത്തിരി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആളുകളും ഭയങ്കര പുട്ടിയടിച്ച പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇത് രാത്രിയിൽ ചെയ്യുന്ന മേക്കപ്പാണ്. നമ്മൾ രാത്രിയിൽ വെളിയിൽ പോകുമ്പോൾ ലൈറ്റിങ് വളരെ കുറവായിരിക്കും. ലൈറ്റ് അല്ലേ രാത്രിയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവൻസിൻ്റെ ഒക്കെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമ്മ് ലൈറ്റ് ആയിരിക്കും, പല മൾട്ടി കളർ ലൈറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് നിൽക്കണം, ബാക്കിയുള്ളവരിൽ നിന്നും നമ്മൾ കുറച്ച് വേറിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കണം. സ്പെഷ്യലി ബ്ലാക്ക് ഡ്രസ്സും കൂടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇത് ഭയങ്കര ലൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ കുറച്ച് ലൈറ്റാണ് ഇത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇത്. നമുക്ക് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾക്ക് ആ വീഡിയോയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് പുട്ടിയിട്ട പോലെ ഫീൽ ചെയ്യാൻ കാരണം ഞാൻ ലിപ്സ്റ്റിക്ക് വന്നിട്ട് റെഡ് ലിപ്സ്റ്റിക്ക് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഞാൻ ബേസൊക്കെ എപ്പോഴത്തെ പോലെയാണ്. ഇത് കുറച്ചൊരു ലൈറ്റാണ്, പക്ഷേ അത് സെറ്റ് ആവുന്നുണ്ട്. മീൻസ് എനിക്കിത് ഓക്സിഡൈസ് ആകുമ്പോൾ എൻ്റെ കറക്റ്റ് ഷെയ്ഡാവും. പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നമുക്ക് മേക്കപ്പിൽ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബ്ലെൻഡ് ചെയ്യുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ നെക്കും ഫേസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാണ്ട് തന്നെ എൻ്റെ ഫേസും നെക്കും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നെക്കിന് ഇടാൻ വേണ്ടി സെപ്പറേറ്റ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നെക്കും ഫേസും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഞാൻ ഒരു കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് സെറ്റ് ചെയ്യാണ്. ആക്ച്വലി ഞാൻ സെറ്റ് ചെയ്യാറില്ല, പക്ഷേ ഇന്ന് ഞാൻ ഒരു മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടി സെറ്റ് ചെയ്തു മാത്രം. പിന്നെ ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റാണ്. ഐബ്രോ കിറ്റിൽ ഫസ്റ്റ് കാണുന്നത് വാക്സ് ആണ്. ആ വാക്സ് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പുരികം ആ ഒരു സ്ഥാനത്ത് തന്നെ വരച്ച് വെക്കുന്നുണ്ട്, മീൻസ് ഒതുക്കി വെക്കുന്നുണ്ട്. ഭയങ്കര നീളമുള്ള ഹെയർസ് ആയതുകൊണ്ട് ഒതുക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് കാണുന്ന ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു ലൈറ്റ് ബ്ലാക്ക് ആ ഒരു കളർ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് സെറ്റ് ചെയ്യാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഐബ്രോസ് ഒരു ഡാർക്കറായിട്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കേട്ടോ. നമ്മുടെ ഫേസ് നന്നായിട്ട് എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഡാർക്കായിട്ട് ഐബ്രോസ് വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നന്നായിട്ട് നമുക്ക് എടുത്ത് നിൽക്കും അങ്ങനത്തെ ഒരു കളറിലെ നമ്മുടെ ഐബ്രോസ് നല്ല ബ്ലാക്ക് എന്നല്ല ഡാർക്കായിട്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം സ്റ്റാർട്ടിങ്ങിൽ മാത്രം കുറച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് ഫേസസ് കാനഡയുടെ ഐലൈനറാണ്. ഇത് ഞാനൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണ് കുറച്ചൊരു ഗ്ലിറ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ വേറബിൾ മേക്കപ്പാണ് ഇടാറുള്ളത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലൈൻ ചെയ്യുന്നുണ്ട്. ഇത് നല്ല ജെറ്റ് ബ്ലാക്കാണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയൊരു വാലൊന്നും ഇടുന്നില്ല, കുഞ്ഞതായിട്ട് കണ്ണൊന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് മേബലിൻ്റെ കാജൽ വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ മാത്രം കണ്ണെഴുതുന്നുണ്ട്. ഇന്നർ കോർണറിലോട്ട് കയറ്റി വരയ്ക്കുന്നില്ല, ഔട്ടർ കോർണറിൽ മാത്രം. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണ് നല്ല വിടർന്നിരിക്കുന്നത് മാതിരി ഫീൽ ചെയ്യും.
അപ്പോൾ ഞാൻ അതുപോലെ 2 കണ്ണും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മസ്കാരയായിട്ട് യൂസ് ചെയ്യണത് ലാക്മിയുടെ ഐക്കോണിക് മസ്കാരയാണ്. ഇതിൻ്റെ ടിപ്പ് വന്നിട്ട് ഒരു ചെറിയൊരു കേർവ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാഷസ് നന്നായിട്ട് വിടർത്താനായിട്ട് പറ്റും. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ ഷുഗർ ഇല്ലെങ്കിൽ മിലാനിയുടെ ഒക്കെ മസ്കാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര നല്ല കേട്ടോ. അതായത് നല്ലപോലെ നീണ്ടിട്ട് വരില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കത്ര രസമായിട്ട് തോന്നിയില്ല. ഇത് പിന്നെ ഐഷാഡോ ആണ്. ഇതിനകത്ത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കുഞ്ഞ് ഐഷാഡോ പാലറ്റാണ്. അതിൻ്റെ ആ ഒരു ഡാർക്ക് ഗ്ലിറ്റർ വെച്ചിട്ട് ഞാൻ നമ്മുടെ ലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ ഒന്ന് വരയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ചൊരു ബോൾഡ് ഐസാണ് കൊടുക്കുന്നത്. ഇതൊരു പാർട്ടി ലുക്കല്ലേ, അപ്പോൾ ഒന്ന് ഒരു എന്താ പറയുക, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് ബോൾഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബോൾഡ് ഐസാണ് നമ്മൾ കൊടുക്കുക. ഇത് രാത്രിയിൽ യൂസ് ചെയ്യണ മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഈ റിസപ്ഷനൊക്കെ കണ്ടിട്ടില്ലേ, റിസപ്ഷൻ മേക്കപ്പ് ഒക്കെ ഓൾവേസ് ഭയങ്കര ഹെവി മേക്കപ്പ് ആയിരിക്കും. മീൻസ് കുറച്ച് കൂടുതലുണ്ടെങ്കിലേ രാത്രിയിൽ മേക്കപ്പ് എടുത്ത് നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്. ഞാൻ ആക്ച്വലി ഇട്ടിട്ടുള്ള മേക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അത് നിങ്ങൾക്ക് വെളിയിൽ പോയിട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് പോകാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഹാർഷ് ലൈൻ പോകാനായിട്ട് ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കണ്ണ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് നിൽക്കാനാണേ. പിന്നെ ഇത് ലാക്മിയുടെ ഐഷാഡോ പാലറ്റാണ്. അതിൽ നിന്ന് ഈ ഒരു ഹൈലൈറ്റിങ് ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത് കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഞാൻ കൈകൊണ്ട് തന്നെ പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് കണ്ണൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ. അത് ഞാൻ കൈകൊണ്ട് തന്നെ എടുക്കുകയാണ്. ഒരുപാട് മൾട്ടി കളേഴ്സൊന്നുമില്ല. ഇത് തന്നെ വെച്ചിട്ട് 2 കണ്ണിലും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നമ്മുടെ ലാഷസ് എക്സ്ട്രാ ഐ ലാഷസ് വച്ചില്ല കേട്ടോ. വയ്ക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു രസമായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അത് വെച്ചിട്ടില്ല. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല അത് കണ്ണിൽ വയ്ക്കാൻ. ഓൾറെഡി എനിക്ക് കൺപീലി ഉണ്ടെങ്കിലും കുറച്ചും കൂടി വലുത് വയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി രസമായിരിക്കും. പിന്നെ ഞാൻ മൂക്കിൻ്റെ തുമ്പിലും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും മൂക്ക് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് നീണ്ട മൂക്കാണ് ഇഷ്ടം. പിന്നെ ഇത് കളർബാറിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റെഡ് കളറിലെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ബേസ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ലിപ്പ് ലൈനർ യൂസ് ചെയ്യില്ല, അതിന് പകരം പോലെ അടിയിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്, ഇപ്പം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ അത് ഒരുപാട് ക്രാക്ക് ആവില്ല. അതുപോലെ തന്നെ അത് പോയിട്ടുണ്ടെങ്കിലും അടിയിലൊരു ബേസ് ഉണ്ടാവും. ഇത് കണ്ടോ, മേബിലിൻ്റെ സൂപ്പർ സ്റ്റേൽ റേഞ്ചിലുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കൊന്നും അത്ര ഇഷ്ടമില്ലാത്തതാണ്, കാരണം ഭയങ്കര ഡ്രൈയിങ് ആണ്. പക്ഷേ ഇതിനകത്ത് ഇട്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ചുണ്ടിൻ്റെ നടുക്കിട്ട് കൈകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ഇത് നല്ലൊരു റെഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല ചില്ലി റെഡ് കളറാണ്. ഇത് ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമ്മൾ റെഡ് ലിപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് രസമായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു രാത്രിയിലുള്ള ലുക്കൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടാണ് മെയിൻലി നിൽക്കുന്നത് പുട്ടി ായിട്ട് ഫീൽ ചെയ്യുക. എന്ന് വെച്ചാൽ ഭയങ്കര എടുത്ത് നിൽക്കും. ആ ലിപ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ലിപ്സ് ഒരു ന്യൂഡ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് പ്രശ്നം തോന്നില്ല. ഇത് റെഡ് ലിപ്സ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് രാത്രിയിലൊക്കെ റെഡ് ലിപ്സ് കൊടുത്താൽ ഫുൾ എന്താ പറയുക, നല്ല ഭംഗിയായിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ സൈഡിൽ ഒന്ന് വെറുതെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. എന്തെങ്കിലും ആയിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യാണ്. എന്നിട്ട് ഫുൾ ഫേസ് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തൊന്ന് സെറ്റ് ചെയ്യാണ്. കണ്ടോ, നല്ലൊരു സ്മൂത്ത് ആയിട്ടില്ലേ ഫേസ് കാണാൻ. അത് ബ്ലെൻഡിങ് കറക്റ്റായിട്ട് ചെയ്താൽ ഫേസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ സെറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു കമ്മൽ ഇടുന്നുണ്ട്. നമ്മുടെ ശരണ്യയുടെ ആണ് കേട്ടോ. നല്ലൊരു ഗ്ലിറ്ററി അല്ല, നല്ല ബ്ലാക്ക് ഒരു തിളങ്ങുന്ന കമ്മൽ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവളുടെ നിന്നാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നല്ല വെയറബിൾ ലുക്കാണ്. ഒരുപാട് പുട്ടിയൊന്നല്ല കേട്ടോ. രാത്രിയിലാകുമ്പോൾ ഇത്തിരി പുട്ടിയൊക്കെ വേണം. പിന്നെ purple.com ഇപ്പോൾ നിറയെ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. എലൈറ്റ് മെമ്പർഷിപ്പിന് കൂടുതൽ ഓഫേഴ്സ് ഉണ്ട്. ജസ്റ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ് കേരളയുടെ ഫ്രണ്ട് എൻട്രൻസ് പോർഷൻ. ഇത് ലേമെറിഡിയൻ കൊച്ചിയിലായിരുന്നു കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഇതെങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് ഇവൻറ്റിനകത്തോട്ട് കയറി. അപ്പോൾ നമ്മൾ മഞ്ജു ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഓർത്ത് മഞ്ജു ചേച്ചി അകത്ത് കയറിയിട്ടുണ്ടാവുന്നത്. പക്ഷേ മഞ്ജു ചേച്ചി കയറിയിട്ടില്ല. മഞ്ജു ചേച്ചി ഇവിടെ റെസ്റ്റോറൻറ്റിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മഞ്ജു ചേച്ചി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഇട്ടിരിക്കണ ലിപ്സ്റ്റിക്ക് മേബിലിൻ്റെ കേട്ടോ. നന്നായിട്ടുണ്ട്. ഇതിനകത്ത് വേണം നേരിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. യെസ്. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് എന്താ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഭയങ്കര ഒരു മൂകത ഇവിടെ വന്നിട്ട് ഭയങ്കര സൈലൻസ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇത്തിരി അലമ്പുള്ള സ്ഥലമാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് മഞ്ജു ചേച്ചിനെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അകത്ത് കയറാം. അപ്പോൾ ഇതേ മഞ്ജു ചേച്ചി വന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ജു ചേച്ചി ആണ് ആദ്യം വന്നത്. ഞങ്ങൾ വരാനായിട്ട് ലേറ്റായി. അപ്പോൾ മഞ്ജു ചേച്ചി അവിടെ കോഫി കുടിക്കായിരുന്നു. പിന്നെ ടിക്ടോക്കിൽ കുറേ ആളുകളുണ്ടായിരുന്നു. കുറേ പേരൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കുറേ പേരുണ്ടായിരുന്നു ടിക്ടോക്കിലെ ആളുകളൊക്കെ. പിന്നെ നമ്മളിങ്ങനെ കാണാനായിട്ട് ഇരിക്കുകയാണ്, ഷോ കാണാനായിട്ട്.
ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ബ്ലാക്ക് കളറിലൊരു ഗൗൺ മോഡലാണ്. ഇത് സെൻറ്റർ സ്ക്വയർ മാൾ കൊച്ചിയിൽ നിന്ന് എടുത്തതാണ്. അവരുടെ സെൻട്രൽ ബ്രാഞ്ചിൽ നിന്ന് ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന ആ ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 3K അടുത്തായിരുന്നു കേട്ടോ പ്രൈസ്. പിന്നെ ഞാൻ മുടി വെറുതെ അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യാമെന്ന് ഓർത്താണ് പോയത്. പക്ഷേ ടൈം വൈകിയോണ്ട് ഒന്നും ചെയ്യാതെ നേരെ പ്രോഗ്രാമിന് പോവുക ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ മുടി ആകെ ഇതായിട്ടിരിക്കണേ. മുടി നന്നായിട്ട് ചീക്കിയ പോലെയല്ലോ. അവിടെ ചെന്നിട്ട് ഫുഡ് സെറ്റ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷേ സമയം പോയതുകൊണ്ട് മഞ്ജു ചേച്ചി നേരത്തെ അവിടെ എത്തിയോണ്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോന്നു ഒന്നും സെറ്റ് ചെയ്യാണ്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന മഞ്ജു ചേച്ചി മിസ് കേരള ഇവന്റിന് വന്നിട്ട് ഇവിടുത്തെ ടോയ്ലറ്റ് കാണിച്ചില്ലെന്ന് ആരും പറയുന്നത്. യെസ്, ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. എൻ്റെ ഡ്രസ്സ് ഇതാണ്, ബ്ലാക്ക്. ഡിസൈനർ ശരണ്യ നന്ദകുമാർ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.